അപ്പോൾ ദാ ഇന്നത്തെ കുടുംബക്ഷേത്രത്തിലെ പരിഹാരക്രിയകൾ ഇതാ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഗണപതി ഹോമം കഴിഞ്ഞു, തിലകഹോമം കഴിഞ്ഞു, സായുജ്യ പൂജയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ പ്രസാദങ്ങൾ ഇങ്ങനെ തരുന്നുണ്ട് കേട്ടോ നമ്പൂതിരിമാർ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മുത്തപ്പായി ഗുരു പുതിയ പീഠത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നലെ കംപ്ലീറ്റ്ലി നമ്മൾ പ്രേത ആവാഹനം നടത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിതാ നമ്മൾ പീഠമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മുത്തപ്പായിനെ പീഠത്തിലേക്ക് നമ്മൾ പുതിയ പീഠത്തിലേക്ക് ആവാഹിച്ച് വെക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കാരണവന്മാരൊക്കെയാണ്, അതായത് നമ്മുടെ വെള്ളിച്ചനൊക്കെയാണിത്. അപ്പം അവരും നമ്പൂതിരിയൊക്കെ ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് നമ്മളിതാ പീഠം നമ്മളിതാ നടയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരുപാട് കാലങ്ങളായി പീഠം വെക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ള സമയമായത്. അപ്പോൾ അതാ അതിൻ്റെ ഓരോ ക്രിയകളിലാണ്. അപ്പോൾ ഒരുപാട് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് അതിനായിട്ട്. അതിനനുസരിച്ചിട്ട് ഓരോ ക്രിയകളും ചെയ്ത് അതിൻ്റെ പരിപൂർണതയോടുകൂടി വേണമല്ലോ നമ്മളത് സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ഈ നമ്പൂതിരിമാർ പറയുന്ന ഓരോ ഇൻസ്ട്രക്ഷൻസിലൂടെയാണ് നമ്മളിപ്പം പോകുന്നത്. അപ്പോൾ അതാ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ അതാ പീഠത അകത്തേക്ക് നമ്മളെ നടയിലേക്ക് വെക്കാനായിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ 2 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്താ പറയുക, ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിലായിരുന്നു. നമ്മൾക്ക് പുറത്തുള്ള അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ അങ്ങനെ ഇപ്പം നോമ്പ് തുടങ്ങിയതിന് ശേഷം ഞങ്ങളങ്ങനെ പുറത്തേക്ക് അങ്ങനെയൊന്നും പോകാറില്ല. കാരണം ഭക്ഷണം നമ്മൾ നോൻപിലാണല്ലോ. അപ്പോൾ ഇതാ നമ്മളുടെ പീഠത്തിന് ഇതാ നമ്മൾ വലം വെച്ചതിന് ശേഷം ഇതാ നമ്മൾ നടയിലേക്ക് വെച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മൾ 2ാമത്തെ ദിവസത്തിൽ കംപ്ലീറ്റ്ലി നമ്മൾ ക്രിയകളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങളിതാ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവിടേക്ക് വൃത്തിയാക്കാനുണ്ടായിരുന്നു. അവിടുത്തെ ഓരോ ഹോമമൊക്കെ നടത്തിയ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാ കുടുംബക്കാരും പിരിഞ്ഞു. അപ്പോൾ ഇനിതാ നെക്സ്റ്റ് നമ്മളെ ഭഗവതിക്കൊക്കെ പീഠം വയ്ക്കുന്ന സമയത്താണ് ഇനിയൊന്ന് കൂടുന്നത്. അത് നമ്മൾ ഇനിയിപ്പം മെയിലാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഡേറ്റ് കറക്റ്റായിട്ട് വിചാരിച്ചിട്ടില്ല, 10-ാം തീയതി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം അന്നത്തേക്കാണ് എല്ലാവരും കൂടുക. അപ്പോൾ ഞങ്ങളിതാ ഇവിടുത്തെ ഓരോ ക്ലീനിങ്ങും പരിപാടിയിലൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞതാ ഇപ്പം ഇറങ്ങും. ഇനി ഇന്നത്തോടെ ഞങ്ങളുടെ നോൻപൊക്കെ അവസാനിച്ച് ഒരാഴ്ചയായി ഞങ്ങൾ വെജിറ്റേറിയനായിട്ട്. അപ്പോൾ ഇത് നമ്മളെ ആ ഒരു താമരപ്പൂവ് അവർ പൂജയ്ക്കായിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.